ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവലിംഗ് ടു സക്സസ്ഫുൾ ലൈഫ്. ഞാനിപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു ദിവസത്തെ പഠനത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഞാൻ എങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് ദിവസം പഠിക്കുന്നത് എന്നൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ ഒരുപാട് തന്നെ പഠിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് HSI ഫിസിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ആ ഒരു അല്ലേ ആ ഒരു കടമ്പ കടക്കുന്ന നമുക്ക് HSI നേടി അല്ലേ ഹൈസ്കൂളിൽ കെമിസ്ട്രി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലേ നല്ലൊരു ഇതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം HSIയുടെ നോട്ടിഫിക്കേഷനൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഒരുപാട് സമയമുണ്ടോ അതെയോ കുറച്ച് സമയമുള്ളോ എങ്ങനെയാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എങ്കിൽ കൂടിയും നമുക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, അതുപോലെ റിവിഷൻ നടത്തണം, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഇപ്പം തുടങ്ങിയാൽ നമുക്ക് അതൊക്കെ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം എങ്ങനെയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്, ഞാനൊരു ടൈം ടേബിൾ അനുസരിച്ചാണ് പഠിച്ചു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ ആദ്യം നമുക്ക് മെയിനായിട്ട് SCERT അറിയാതിരിക്കണം. 8, 9, 10 SCERT ഫിസിക്സും കെമിസ്ട്രിയും വേണമല്ലോ, രണ്ടും അറിയാതിരിക്കണം. അതോടൊപ്പം തന്നെ ജനറൽ പേപ്പറിൽ വരുന്ന പാർട്ട് എയിൽ വരുന്ന ഭാഗം നമുക്കറിയാം അല്ലേ, സൈക്കോളജിയും പെഡഗോഗിയും ഉണ്ട്. പിന്നെ നമ്മുടെ GK കറണ്ട് അഫയേഴ്സൊക്കെ വരുന്ന അങ്ങനെ ആ ഒരു ഭാഗം അത് ഉൾപ്പെടുത്തണം. പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള വാസ്റ്റായിട്ടുള്ള പാർട്ട് B കിടക്കുകയാണ്. അതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ SCERTയിലെ SCERT പോർഷൻ അതുണ്ട്. അതാണ് ഫസ്റ്റ് വരുന്നത്. SCERT കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ പഠിക്കും. അതോടൊപ്പം ജനറൽ പേപ്പറിൽ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗം പഠിക്കും. ഫസ്റ്റ് തുടങ്ങുന്ന ഒരു ഭാഗം അത് പഠിക്കും. പിന്നെ അതോടൊപ്പം നമുക്ക് റിനൈസൻസിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അത് ഉൾപ്പെടുത്തണം. അതുപോലെ തന്നെ പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊഡ്യൂൾ 1 വരുന്ന മൊഡ്യൂൾ 1 പാർട്ടിക്കിൾ ഡൈനാമിക്സ് അതിൻ്റെ തുടക്കമാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്താണ് പഠിച്ചു തുടങ്ങുന്നത്. അപ്പോൾ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം തുടക്കം മുതൽ എടുത്ത് പഠിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ എടുത്തതെന്ന് പറഞ്ഞാൽ ഇത് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് കുറേ ഇത് തോന്നിയത് എന്ന് പറയുന്നത് മൊഡ്യൂൾ 5, 6 ആണ്. അപ്പോൾ അതിൽ ഞാൻ മെയിനായിട്ട് വരുന്നത് ആറ്റം മോഡൽ തുടങ്ങും. അപ്പോൾ ആറ്റം മോഡൽ എന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ ആറ്റം മോഡൽ ഒറ്റയൊരു കൺസെപ്റ്റ് അത് അങ്ങ് തീരുമല്ലോ. ആറ്റം മോഡൽ കുറേ ഉണ്ടല്ലോ. അപ്പോൾ അത് ഓരോരോ ഭാഗങ്ങളായിട്ട് ഓരോരോ ആറ്റം മോഡൽ എടുത്ത് ഓരോ ദിവസം കൊണ്ട് പഠിച്ചു തീർക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെയും ഞാൻ നോട്ട് തയ്യാറാക്കിയാട്ടോ പഠിക്കുന്നത്. അപ്പോൾ വലിയ റാങ്ക് ഫയലോ അങ്ങനെയൊന്നും എൻ്റെ കയ്യിലില്ല. ഞാൻ ഗൂഗിൾ ചെയ്ത് അങ്ങനെ നോട്ടൊക്കെ തയ്യാറാക്കി. പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചാനൽ വൈസ് കിട്ടുന്ന ഇതുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടും അങ്ങനെയൊക്കെ നോട്ട് തയ്യാറാക്കി ആണ് പഠിക്കുന്നത്. അങ്ങനെ ഓരോരോ ദിവസവും കണക്കാക്കി ഒരു ടൈം ടേബിൾ വെച്ചിട്ടാണ് പഠിക്കുന്നത്. പിന്നെ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ടൈം ടേബിളാണ് കേട്ടോ. എല്ലാവർക്കും ഇതിപ്പോൾ യൂസ്ഫുൾ ആവും എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയത്തില്ല. ഞാൻ മാക്സിമം ഇതിങ്ങനെ ആണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ദിവസത്തെ കാര്യമാണ് കേട്ടോ. ദിവസത്തെ കാര്യം എന്ന് പറഞ്ഞാൽ 7 ദിവസത്തെ ടൈം ടേബിളാണ് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ SCERT അതുപോലെ പാർട്ട് എയിൽ വരുന്ന മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 6 വരുന്നതും ആദ്യം SCERTയിലെ കെമിസ്ട്രി 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്റർ തീർക്കണം. അതുപോലെ അത് തീർക്കണം. 8ലേക്ക് കെമിസ്ട്രിയിൽ ഒരു ചാപ്റ്റർ തീർക്കണം എന്ന് വെച്ചാൽ നമ്മൾ പലവട്ടം പഠിച്ചിരിക്കുന്ന ചാപ്റ്ററുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. ഞാനപ്പം UPSC എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ജസ്റ്റ് അന്ന് നന്നായിട്ട് തന്നെ പഠിച്ചായിരുന്നു.
അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പഠിച്ചായിരുന്നു UPSCക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇപ്പോൾ എനിക്കിത് സിമ്പിളാണ്. 8ലെ കെമിസ്ട്രിയുടെ ചാപ്റ്ററും പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഭാഗം പഠിക്കും. ആദ്യം തുടക്കത്തിൽ ആദ്യത്തെ ഭാഗം പഠിക്കും. പിന്നെ ഞാൻ ചാന്നാർ റിവോൾട്ട് അങ്ങനെയുള്ള ആ ഒരു വരുന്ന റെനൈസൻസിൽ വരുന്നൊരു ഭാഗം. അതുപോലെ പിന്നെ കെമിസ്ട്രിയിലെ ആറ്റം മോഡൽ 1. ആദ്യത്തെ ആറ്റം മോഡൽ ഞാൻ ഡാൾട്ടൻ്റെ ഉണ്ട്, JJ തോമസിൻ്റെ ഉണ്ട്, അങ്ങനെ അറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഓരോന്ന് വെച്ചാണ് ഓരോ ദിവസം എടുത്ത് തീർക്കുന്നത്. പിന്നെ പാർട്ടിക്കിൾ ഡൈനാമിക്സിൽ ആ പോർഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് തുടങ്ങുന്നത് തൊട്ട് ഒരു പോർഷൻ കണക്കാക്കി അവിടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് ഡേയിൽ വരുമ്പോൾ ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ എടുക്കും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 2ാമത്തെ ഭാഗം എടുക്കും. പിന്നെ വൈക്കം സത്യാഗ്രഹം, അങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് തീരുന്നത്. പിന്നെ അങ്ങനെ 5 ദിവസം എടുത്ത് ഞാനിങ്ങനെ ഓരോ പോർഷൻസ് എടുത്ത് കംപ്ലീറ്റ് ചെയ്യും. അതിന് ശേഷം 6, 7, കാരണം ഇത് ഇത്ര ഇപ്പോൾ ഇങ്ങനെ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലോ. അപ്പോൾ 6, 7 റിവിഷൻ ഡേയ്സ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതുക്കെ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ റിവിഷൻ്റെ സമയത്ത് നമ്മളിതിനകത്ത് ഏതെങ്കിലും കംപ്ലീറ്റ് ആക്കാത്തതുണ്ടെങ്കിൽ ആ ടൈമിലിരുന്ന് കംപ്ലീറ്റും ചെയ്യാം. അതുപോലെ തന്നെ അന്നേരം ഇരുന്ന് നമ്മൾ റിവിഷൻ്റെ ടൈമിലിരുന്ന് പഠിക്കുകയല്ല, എല്ലാം വായിച്ച് നോക്കുകയാണ് കേട്ടോ. അല്ലാണ്ട് നേരെ ഇരുന്ന് പഠിക്കാനുള്ള ഡേ അല്ല റിവിഷൻ ഡേ എന്ന് പറയുമ്പോൾ. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഇതൊക്കെ ഇങ്ങനെയാണ് നടക്കുന്നത്. അതിനുള്ള ടൈം കണ്ടെത്തി നമ്മൾ പലരും പല വർക്ക് ചെയ്യുന്നവരുണ്ടാവാം, അങ്ങനെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊക്കെ സമയം കണ്ടെത്തി ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് പഠനം ഒരു ഭാരമായി തോന്നില്ല. അതല്ലെങ്കിൽ എല്ലാം കൂടെ നോട്ടിഫിക്കേഷനും വന്നു, എല്ലാം കൂടെ നമ്മുടെ ഈ വാസ്റ്റായിട്ടുള്ള ഈ സിലബസ് തീരില്ല. നമ്മളങ്ങനെ ഇപ്പോഴേ തുടങ്ങിയാലാണ് തീരുള്ളൂ. എല്ലാം മടിയും മാറ്റി വെച്ച് നമുക്ക് HSC ഫിസിക്കൽ സയൻസ് നേടണം. അതിന് വേണ്ടിയിട്ട് തന്നെ പഠിക്കുക. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ ഞാനിങ്ങനെ ഈ ടൈം ടേബിൾ വെച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള ഇതില്ലല്ലോ, ടൈമില്ലല്ലോ, അങ്ങനെയൊന്നും ഓർത്തിരിക്കരുത്. നമുക്ക് നേടണമെന്നൊരു വാശി ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്ക് നേടാൻ സാധിക്കുകയുള്ളൂ. പഠിച്ചെടുക്കണം. അപ്പോൾ ഉള്ള ടൈം കണ്ടെത്തി എല്ലാവരും നന്നായി തന്നെ പഠിക്കുക. എൻ്റെ പഠന രീതി ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ.